ദേശീയപാത പേരാമ്പ്രയിൽ പള്ളി ജംഗ്ഷന് സമീപം കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ സൂപ്പർഫാസ്റ്റ് ബസ്സിടിച്ച് 3 പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. മേലൂർ കരുവാപ്പടിയിൽ സ്വയം പ്രസവമെടുത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഒറീസ സ്വദേശികളായ ഗുലിമാജി, സനന്ദി ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. സംസ്ഥാനത്തുടനീളം വ്യാജസ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിൽ. വലപ്പാട് പൊന്തേല വളപ്പിൽ ഫാരിജാനെയാണ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാത പേരാമ്പ്രയിൽ പള്ളി ജംഗ്ഷന് സമീപം കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ സൂപ്പർഫാസ്റ്റ് ബസ്സിടിച്ച് 3 പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടം. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നിടത്ത് വെച്ച് കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മേലൂർ കരുവാപ്പടിയിൽ സ്വയം പ്രസവമെടുത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഒറീസ സ്വദേശികളായ ഗുലിമാജി, സനന്ദി ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. സനന്ദിയുടെ 2ാമത്തെ ആൺകുട്ടിയാണ് മരിച്ചത്. പ്രസവത്തെ തുടർന്ന് പൊക്കിൾക്കുടി ഇവർ തന്നെ മുറിച്ചു മാറ്റിയതാണ് കുട്ടി മരണപ്പെടുവാൻ കാരണമായതെന്നാണ് പറയുന്നത്. ഇവരുടെ നാട്ടിൽ പ്രസവം വീടുകളിൽ തന്നെ എടുക്കുന്നതിനാൽ ആശുപത്രിയിൽ ചികിത്സ തേടുവാൻ തയ്യാറായിരുന്നില്ല. കേരളത്തിൽ വന്നിട്ട് 6 മാസമേ ആവുന്നുള്ളൂ. നിർമ്മാണ തൊഴിലാളിയുടെ ഹെൽപ്പറായ ഗുലിമാജി ജോലിക്ക് പോയി വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെ അവശനിലയിലായ യുവതിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രസവത്തിനു ശേഷം യുവതി ഭർത്താവിനെ ഫോണിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് മെമ്പർ PS സാബുവും ആശാവർക്കറും ചേർന്നാണ് ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഗർഭിണിയായതിനു ശേഷം ഇവർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണുവാൻ വന്നിട്ടും ഡോക്ടറെ കാണാതെ തിരിച്ചുപോയതായും പറയുന്നു. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത ആശുപത്രിയിൽ എത്തിയിരുന്നു. ആശാവർക്കർമാർ നിരവധി തവണ അവരുടെ വീടുകളിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ ക്ലിനിക്കിലേക്ക് സബ് സെൻറ്ററിലെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി വെയിറ്റ് നോക്കുകയും അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, കാൽസ്യം ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്ത് വിടുകയും ചെയ്തിട്ടുള്ളതാണ്. അവർ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നത് അവർക്ക് 6 മാസം ആകുന്നേ ഉള്ളൂ എന്നാണ്. ജൂൺ മാസത്തിലാണ് ലാസ്റ്റ് പീരീഡായ ഡേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലിൽ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്നും TT അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. കൃത്യമായി അതുപോലെ തന്നെ സബ് സെൻറ്ററിൽ എല്ലാ മാസവും വന്ന് ടാബ് വാങ്ങിക്കൊണ്ട് പോകാനും പറഞ്ഞു വിട്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരത്താണ് അവർ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന ഒരു ദൃശ്യം കാണുകയുണ്ടായത്. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി നഗരസഭയുടെ അധീനതയിലുള്ള പുതുച്ചിറക്കുളം നിലവിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിവാക്കി ഭൂമി ഏറ്റെടുക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. കയ്യേറ്റക്കാരോട് വിട്ടൊഴിയാൻ നഗരസഭാ സെക്രട്ടറി നൽകിയ ഉത്തരവിനെതിരെ കക്ഷികൾ ഇരിഞ്ഞാലക്കുട RDOക്ക് നൽകിയ അപ്പീൽ പരാതി തള്ളിയ സാഹചര്യത്തിലാണ് കയ്യേറ്റം ഒഴിവാക്കാൻ കൗൺസിൽ തീരുമാനിച്ചത്. കയ്യേറ്റക്കാരായ കക്ഷികളുടെ കുടുംബാംഗങ്ങൾക്ക് ഭൂമിയും വീടും ഉള്ളതിനാലും ചിലർ വർക്ക്ഷോപ്പ് ഉൾപ്പെടെ സ്ഥാപനങ്ങൾ നടത്തുന്നതിനാലും മറ്റൊരാൾ ഭൂരഹിതനോ ഭവനരഹിതനോ അല്ല എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിനാലാണ് ഇവരുടെ അപേക്ഷ നിരസിക്കുന്നതെന്നും ഇവരുടെ ആവശ്യം സർക്കാർ ഭൂമി സംരക്ഷിക്കുക എന്ന പൊതു താൽപര്യത്തിന് വിരുദ്ധമാണ് എന്നാണ് RDO ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ചാലക്കുടിയുടെ പട്ടണഹൃദയത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളിൽ ഒന്നായിരുന്ന 1 ഏക്കറോളം വരുന്ന പുതുച്ചിറക്കുളം കയ്യേറ്റം ഒഴിവാക്കി കുളം നവീകരിക്കുന്നതിനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. 2025-26 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആസൂത്രണ സമിതി ചേരാനും ജനുവരി 2 മുതൽ 19 വരെ വാർഡ് സഭകൾ ചേരാനും ജനുവരി 17-നകം അന്തിമ പദ്ധതിക്ക് അംഗീകാരം നേടാനും കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭാ വാർഷിക പദ്ധതി വഴി നടപ്പാക്കുന്ന യോഗ പരിശീലനം വിവിധ സ്ഥലങ്ങളിൽ ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഇതിനുള്ള യോഗ പരിശീലകരെ നിയമിക്കും. ചെയർമാൻ എബി ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്തുടനീളം വ്യാജസ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിൽ. വലപ്പാട് കോതകുളം സ്വദേശി പൊന്തേല വളപ്പിൽ ഫാരിജാനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചന്ദ്രാപിനിയിലെ സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ 1,98,000 രൂപയ്ക്ക് വ്യാജസ്വർണം പണയം വെച്ച കേസിലാണ് അറസ്റ്റ്. കേരളത്തിലെ പല ജില്ലകളിലായി 12ഓളം വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതും
വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചുവിറ്റതുമായ കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, കാട്ടൂർ, വലപ്പാട് സ്റ്റേഷനുകളിലെ പല കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് മലമ്പുഴ ഡാമിനു സമീപത്തുള്ള റിസോർട്ടിൽ നിന്ന് കയ്പമംഗലം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനു ശേഷം മൊബൈൽ നമ്പർ മാറ്റി ഉപയോഗിക്കുന്ന ശീലമുള്ള ഇവരെ തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ മേൽനോട്ടത്തിൽ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI KS സൂരജ്, ASI PK നിഷി, ഗ്രേഡ് സീനിയർ CPOമാരായ TS സുനിൽകുമാർ, അൻവറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സാധാരണക്കാരുടെ മനസ്സിനിണങ്ങിയ വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് മാളയിൽ മരിയ ഫാഷൻസ് പ്രവർത്തനം ആരംഭിച്ചു. KK റോഡിൽ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ ആശീർവാദം ഫാദർ പ്രിൻസ് പടമാട്ടുമൽ നിർവഹിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സ്വർഗീയ മധ്യസ്ഥ വിശുദ്ധ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കട അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദയാപൂർവ്വം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നന്മ സമൂഹത്തിന് കൈവരുവാനും സാമ്പത്തികമായ അഭിവൃദ്ധി ഞങ്ങൾ കൈവരിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് ദയാപൂർവ്വം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി മരിയ ഫാഷൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ തുണിത്തരങ്ങൾ വളരെ വിലക്കുറവിലാണ് വിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോട് സംബന്ധിച്ച് 10% ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണം അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ കടയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ കട നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിശിഷ്ടാതിഥിയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PT പാപ്പച്ചൻ ആദ്യ വിൽപ്പന നടത്തി. ഷാൻഡി ജോസഫ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ കൂടാതെ പെർഫ്യൂമുകളുടെ വൻ ശേഖരവും മരിയ ഫാഷൻസിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസമായ ഡിസംബർ 12 മുതൽ 15 വരെ മരിയ ഫാഷൻസിലെ എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ട് ഓഫറുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷ്റഫ്, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, വാർഡ് മെമ്പർ യദു കൃഷ്ണ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ജീവനക്കാർ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. മറ്റു വാർത്തകളിലേക്ക്.
കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPI നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്ത് കൂട്ടധർണ നടത്തി. പെരിഞ്ഞനം സെന്ററിൽ നടന്ന ധർണ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KB വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, അഡ്വക്കേറ്റ് AD സുദർശനൻ, VA കൊച്ചു മൊയ്തീൻ, സായിദ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർധനവ് ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾക്കെതിരായുള്ള ജനവികാരമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് എറിയാട്, അഴീക്കോട് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി എറിയാട് KSEB ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ചൂട്ടുകത്തിക്കൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലീം. യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷുഹൈബ് അധ്യക്ഷത വഹിച്ചു. ആസിഫ് മുഹമ്മദ്, PK മുഹമ്മദ്, PP ജോൺ, ബഷീർ കൊണ്ടംപുള്ളി, PA മനാഫ് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ക്ഷീരകർഷകരുടെ സംഗമം ഡിസംബർ 14 നടക്കും. രാവിലെ 10:30 മുതൽ 12:30 വരെ പുത്തഞ്ചിറ വ്യാപാര ഭവനിൽ നടക്കുന്ന ക്ഷീരകർഷക സംഗമം 2020 പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ സംഗമം ഉദ്ഘാടനം ചെയ്യും. ക്ഷീരമേഖല പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, സാധ്യതകൾ എന്ന വിഷയത്തിൽ 2020 പാർട്ടി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് ക്ലാസ് നയിക്കും. പങ്കെടുക്കുന്ന എല്ലാ ക്ഷീരകർഷകർക്കും 5 കിലോ കാലിത്തീറ്റ സൗജന്യമായി നൽകുമെന്നും സാജൻ വർഗീസ്, ജോയ് ചേരിയേക്കര, ജോസ് താക്കോൽക്കാരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെയും തൃശൂർ ശാന്തഗിരി ആശ്രമത്തിന്റെയും ആഭിമുഖ്യത്തിൽ സിദ്ധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാലക്കാട് ശാന്തഗിരി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വിതരണവും നടത്തി. സൈറ്റ് സേവിയേഴ്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മേലൂരിലെ ഡ്രൈവർമാർക്കായി നേത്രപരിശോധനയും സൗജന്യ കണ്ണട വിതരണവും നടത്തി. മേലൂർ ദേവാലയ ഫാദർ ജോസഫ് മേച്ചേരി, ശാന്തഗിരി ആശ്രമം സ്വാമി മുക്തചിത്ത ജ്ഞാന തപസ്വി, റോട്ടറി ക്ലബ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. മാലിയങ്കര SNM കോളേജിന്റെ 60ാം വാർഷികാഘോഷങ്ങൾക്ക് ഡിസംബർ 14 തുടക്കമാകും. വടക്കേക്കര ഹിന്ദുമത ധർമ്മപരിപാലന സഭയുടെ കീഴിൽ 1964 കോളേജ് ആരംഭിച്ചത്. വാർഷികാഘോഷങ്ങൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ TS ജിത, HMDP സഭാ പ്രസിഡന്റ് KV അനന്തൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൃഷി വകുപ്പിന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സഹകരണത്തോടെ ചാലക്കുടി അഗ്രി ബിസിനസ് എക്സ്പോ 2024 സംഘടിപ്പിക്കുന്നു. ഡിസംബർ 13, 14, 15 തീയതികളിലായി ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോ സംഘടിപ്പിക്കുന്നത്. കാർഷിക മേളയുടെ ഉദ്ഘാടനവും ചാലക്കുടി മണ്ഡലം കാർഷിക മേഖലയിലെ പദ്ധതി രേഖയുടെ പ്രകാശനവും ഡിസംബർ 13 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കാർഷിക വികസന കർഷകക്ഷേമ മന്ത്രി P പ്രസാദ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ MP അനൂപ്, ഡോക്ടർ മിനി അബ്രഹാം, നഗരസഭാ ചെയർമാൻ AB ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂരുമഠത്തിൽ എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത പേരാമ്പ്രയിൽ പള്ളി ജംഗ്ഷന് സമീപം കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ സൂപ്പർഫാസ്റ്റ് ബസ്സിടിച്ച് 3 പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. മേലൂർ കരുവാപ്പടിയിൽ സ്വയം പ്രസവം എടുത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഒറീസ സ്വദേശികളായ ഗുലിമാജി, സനന്ദി ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. സംസ്ഥാനത്തുടനീളം വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിൽ. വലപ്പാട് പൊന്തേല വളപ്പിൽ ഫാരിജാനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.